ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ട്രാവൽ സീരീസിൻ്റെ തുടക്കമാണ്. അപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണ് യാത്ര. 9:15 വരേണ്ട ഫ്ലൈറ്റ് 45 മിനിറ്റോളം ലേറ്റായിട്ടാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അകത്തുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. പഴയൊരു ഫ്ലൈറ്റ് തന്നെയാണ് എയർ ഇന്ത്യയുടെ, മാറ്റമൊന്നുമില്ല. ലോഗോയിലൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്. അത്രയും മാറ്റമേ എനിക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ ഒരു മൊബൈൽ ഹോൾഡർ ഉണ്ട്. ഇൻഫോർടൈൻമെൻറ്റിന് പകരം നിങ്ങളുടെ മൊബൈലൊക്കെ തന്നെ വെച്ച് നിങ്ങൾക്ക് സിനിമയൊക്കെ കാണാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഇത് എന്ന് തോന്നുന്നു. പിന്നെ ടേക്ക് ഓഫിൻ്റെ സമയത്തൊക്കെ അത്യാവശ്യം കുലുക്കങ്ങളും ഒക്കെയുള്ള നമ്മുടെ പഴയ ഒരു ഫീല് തന്നെയാണ് കിട്ടിയത്. ലെഗ് സ്പേസ് ഒക്കെ ഒരു ആവറേജാണ് കേട്ടോ. പിന്നെ ഇനി ഫുഡ് വന്നിട്ടുണ്ട്. ബ്രാൻഡിങ് ഒക്കെ പുതിയ ബ്രാൻഡിങ്ങിലുള്ള ബോക്സാണ്. ഇതൊരു ചിക്കൻ റോള് പോലെയുള്ളൊരു ഐറ്റമാണ്. ചിക്കനാണ് ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു ജ്യൂസ് ഉണ്ട്, ഒരു ചീസ് വെച്ചുള്ളൊരു ബ്രെഡിൻ്റെ ഒരു സ്ലൈസും ഉണ്ട്. ഇനി നമുക്ക് ബാത്റൂമിലെ കാഴ്ചകളൊക്കെ ഒന്ന് നോക്കി നോക്കാം. ബാത്റൂം എങ്ങനെയുണ്ട്, വൃത്തിയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അത്യാവശ്യം ടോയ്ലറ്റും ഇതൊക്കെ നല്ല വൃത്തിയുണ്ട്, കുഴപ്പമില്ല. പക്ഷേ ഈ വാഷ് ബേസിൻ്റെ എന്തോ ചെറിയ ഡ്രെയിൻ ബ്ലോക്ക് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. കുഴപ്പമില്ല. എന്തായാലും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി പുറത്തേക്ക് ഇറങ്ങാം. ഡൽഹി എയർപോർട്ടിലാണ്. ഏകദേശം 5000 രൂപയോളാണ് എനിക്ക് ഈ ടിക്കറ്റിന് പ്രൈസ് വന്നിട്ടുള്ളത്. അതിന് വേർത്താണ്. കാരണം ഇൻഡിഗോയിലൊന്നും നമുക്ക് ഫുഡ് പോയിട്ട് വെള്ളം പോലും നമുക്ക് ചില നേരത്തെ അവർ തരാറില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പുറത്തേക്ക് നടക്കാം. നമ്മുടെ രാജസ്ഥാൻ റോയൽസ് സഞ്ജുവിൻ്റെയൊക്കെ ജോസ് ബട്ട്ലറിൻ്റെയൊക്കെ ആഡൊക്കെ കാണാനുണ്ട്. നേരെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അറൈവൽസിൻ്റെ ഒരു വെൽക്കം ചെയ്യുന്ന ഏരിയയാണ് ഇത്. ഡൽഹി എയർപോർട്ടിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മളെ വെൽക്കം ചെയ്യുന്നുണ്ട്. എന്നിട്ട് ക്ലാസിക്കൽ ഡാൻസിൻ്റെയൊക്കെ മുദ്രാസാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 2 മണിയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് എയർപോർട്ടിൽ ഇപ്പോഴും. ഞാൻ കുറച്ച് ട്രാവൽ വീഡിയോസിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നത് യാത്രയിലായിരുന്നു. അപ്പോൾ ഇനി എന്തായാലും കണ്ടിന്യൂസ് വീഡിയോസ് ഉണ്ടായിരിക്കും. നമ്മുടെ യാത്രകളൊക്കെ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനലൊക്കെ ഫോളോ ചെയ്യുക. എനിക്ക് തോന്നിയ ഒരു ജെന്യൂൻ റിവ്യൂ എയർ ഇന്ത്യനെ പറ്റി പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേറെ എക്സ്പീരിയൻസ് ആയിരിക്കാം. എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് 2024 പുതിയ ബ്രാൻഡിങ്ങിലുള്ള എയർ ഇന്ത്യയുടെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നാളെ മുതൽ ഡൽഹിയിലെ വിശേഷങ്ങളാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി കാണാൻ നമുക്ക് എല്ലാവരും കൂടെ ഉണ്ടായിരിക്കണം. ഞാനിനി നേരെ റൂമിലേക്ക് പോവുകയാണ്. പോയി റെസ്റ്റ് എടുത്ത് നാളെ പുതിയ വീഡിയോസായിട്ട് വരാം. അപ്പോൾ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.